ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ റവല്യൂഷനിൽ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. എപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത കാര്യം അപ്പം നോട്ട് ചെയ്തോണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഫാക്ട്സ് കിട്ടുന്ന സമയത്തും പുതിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോണം, അപ്പം നോട്ട് ചെയ്തോണം. എല്ലാം ആര് ചോദിച്ച ചോദ്യങ്ങളാണ്, PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടവ. ബോസ്റ്റൺ ടീ പാർട്ടി, പ്രൈഡ് സ്പർജ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, മെയ് 4th മൂവ്മെൻറ്റ്. ഇവിടെ ബോസ്റ്റൺ ടീ പാർട്ടി, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തത് ബോസ്റ്റൺ പ്രൊട്ടസ്റ്റ് എന്നായിരുന്നു, ബോസ്റ്റൺ പ്രതിഷേധം എന്നായിരുന്നു. അത് 1770 കുറേ ആളുകൾക്ക് ബോസ്റ്റൺ പ്രതിഷേധവും ബോസ്റ്റൺ ടീ പാർട്ടിയും ഒന്നായിട്ട് തന്നെ കണക്കാക്കും. രണ്ടും രണ്ടാണ്. 1770 ബോസ്റ്റൺ കൂട്ടക്കൊല അല്ലെങ്കിൽ ബോസ്റ്റൺ പ്രതിഷേധം എന്ന് പറയുന്നത്. 1773 ഇത് ബോസ്റ്റൺ ടീ പാർട്ടി. പിന്നെയോ പ്രൈഡ് സ്പർജ്, ഇതേതുമായി ബന്ധപ്പെട്ടതല്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെയോ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, അതേതുമായി ബന്ധപ്പെട്ടതാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. മെയ് 4th മൂവ്മെൻറ്റ് അമേരിക്കയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ്, ബന്ധപ്പെടുന്നവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 3ഉം എന്നുള്ള ഉത്തരമാണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ബാക്കി രണ്ടും നമുക്ക്, ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1773 ഡിസംബർ 16 ഇത് ബോസ്റ്റൺ ടീ പാർട്ടി. പ്രൈഡ് സ്പർജ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് വിപ്ലവം പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട്, ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിച്ചവർ മാത്രം ഉൾപ്പെടുന്ന പാർലമെൻറ്റാണ് റംബ് പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ്, അല്ലേ? അപ്പോൾ പാർലമെൻറ്റിൽ ആര് മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്, ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിക്കുന്നവർ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണെന്ത്, എന്നെ അനുകൂലിക്കാത്തവർ ഇങ്ങോട്ടേക്ക് വരണ്ട, വന്നു കഴിഞ്ഞാൽ പട്ടാളക്കാർ തടയും. അങ്ങനെ ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിക്കാത്ത MP-മാർ പാർലമെൻറ്റ് സമ്മേളനത്തിന് വന്നപ്പോൾ പട്ടാളക്കാർ തടഞ്ഞ സംഭവമാണ് ഏത്, പ്രൈഡ് സ്പർജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈഡ് സ്പർജ് 1648 എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതായത് ഈ റംബ് പാർലമെൻറ്റ് ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിക്കുന്നവർ മാത്രമുള്ള പാർലമെൻറ്റ്, അവശിഷ്ട പാർലമെൻറ്റ് എന്ന് മലയാളത്തിൽ പറയും. ആ പാർലമെൻറ്റ് സമ്മേളനത്തിനെത്തിയ MP-മാരെ തടഞ്ഞ സംഭവമാണ് പ്രൈഡ് സ്പർജ്. അപ്പോൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയോ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നത് 1765 സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കുന്നുണ്ട്. കോളനികളിൽ സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോളനിക്കാർ എല്ലാവിധ പ്രമാണങ്ങളും എന്ത് ചെയ്യണം, ഇനി ലണ്ടനിൽ നിന്നുള്ള മുദ്ര പതിച്ച പേപ്പറിൽ തയ്യാറാക്കണം എന്ന നിയമം വന്നപ്പോൾ നമ്മളോടൊക്കെ സർക്കാർ പറയണത്, നാളെ മുതൽ ആധാരങ്ങളെല്ലാം ഇൻവാലിഡ് ആണ്, ഇനി പുതിയ പേപ്പറിൽ അടിച്ചാലേ വാലിഡ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ മൊത്തം മാറ്റേണ്ടി വരില്ലേ, എന്നിട്ട് നമ്മൾ ആ പേപ്പറിന് പൈസയും കൊടുക്കേണ്ടി വരില്ലേ എന്ന പോലെയാണ് കോളനിക്കാരോട് പറയുന്നത്. ഇനി എല്ലാ പ്രമാണങ്ങളും ഇൻവാലിഡ് ആണ്, ലണ്ടനിൽ നിന്നുള്ള മുദ്രയുള്ള പേപ്പറുകൾ മാത്രമേ വാലിഡ് ആവുള്ളൂ. അങ്ങനെ ഈ സ്റ്റാമ്പ് ആക്ടിനെതിരെ ഉയർന്നു വന്ന സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ച് ചേരുന്നു. ഈ സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിവേദനം, ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ രാജാവിന് എഴുതി നിവേദനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, അവകാശങ്ങളുടെയും പരാതികളുടെയും പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് 1765 സ്റ്റാമ്പ് ആക്ടിനെതിരെ ഉയർന്നു വന്ന സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് പാസ്സാക്കിയൊരു പ്രമേയമാണ്. ഒപ്പം ഇതേ സംഗതി എവിടെയും വരുന്നുണ്ട്, 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലും ഏത് വരുന്നുണ്ട്, ഇതേ അവകാശങ്ങളുടെയും പരാതികളുടെയും പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇതേ പ്രമേയം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിടത്ത് ഈ സംഭവം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ, മറ്റൊന്ന് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ. നമുക്കുള്ള ചോദ്യം എന്തേ ഉള്ളൂ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നവ. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, അവകാശങ്ങളുടെയും പരാതികളുടെയും പ്രഖ്യാപനം. അടുത്തതാണ് ഏത്,
മെയ് 4th മൂവ്മെൻറ്റ്. എന്താണ് മെയ് 4th മൂവ്മെൻറ്റ്? 1919 വേഴ്സായ് സന്ധി. അത് നിങ്ങൾക്ക് നോർമലി അറിയുന്ന കാര്യമാണ്. ഒന്നാം ലോക യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ഏത്? വേഴ്സായ് സന്ധി. അപ്പോൾ ഈ ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സഖ്യശക്തികൾ എന്ന് പറയുന്നിടത്ത് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും അതിൻ്റെ കൂടെ ആരും കൂടിയിരുന്നു? ചൈനയും കൂടെ കൂടിയിരുന്നു. പക്ഷേ വേഴ്സായ് സന്ധിയിൽ ഇവരൊക്കെ സ്ഥലങ്ങളൊക്കെ വീതിച്ചെടുത്ത സമയത്ത് ചൈനക്കൊന്നോട്ട് കിട്ടിയതുമില്ല. എന്നാൽ ചൈനയുടെ കുറച്ച് പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ വേഴ്സായ് സന്ധിയിലെ കുറേ വ്യവസ്ഥകൾ ചൈനയെ ബാധിക്കുന്നതായതുകൊണ്ട് ആ വ്യവസ്ഥകൾക്കെതിരെ ഉയർന്നു വന്നൊരു പ്രക്ഷോഭമാണ് 1919 മെയ് 4 ചൈനയിൽ നടന്ന ആ പ്രക്ഷോഭം. അപ്പോൾ അതിനെന്ത് പേരെന്നെയാണ്? മെയ് 4 പ്രസ്ഥാനം, മെയ് 4th മൂവ്മെൻറ്റ്. ചുരുക്കി എന്തെഴുതിയാൽ മതി? 1919 വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധമാണ് മെയ് 4th പ്രസ്ഥാനം, മെയ് 4th മൂവ്മെൻറ്റ്. വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെയുള്ള പ്രതിഷേധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനയിലാണ് ഈ പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. അപ്പോൾ മെയ് 4th മൂവ്മെൻറ്റ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രൈഡ് സ്പർജ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. എന്നിട്ട് നമ്മൾ ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പ് ആക്ട് സ്റ്റാമ്പ് ആക്ടിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മുദ്രാവാക്യമൊക്കെ ഉയർന്നു വരുന്നത്. ഏതന്നെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ മുദ്രാവാക്യം ആരുടേതാണ്? ജെയിംസ് ഓട്ടിസിൻ്റേതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജെയിംസ് രാജാവാണ് ഈ കോളനികളൊക്കെ ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തത്. അപ്പോൾ അന്നേ ആ ജെയിംസിനെ ഓട്ടിച്ചിരുന്നെങ്കിൽ എന്ന് അമേരിക്കക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ജെയിംസിനെ ഓട്ടിച്ചിരുന്നെങ്കിൽ ജെയിംസ് ഓട്ടിസാണ് എന്ത് ചെയ്യുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം കോയിൻ ചെയ്തത്. അപ്പോൾ ഇത് ആൾറെഡി പറഞ്ഞു നമ്മൾ, സ്റ്റാമ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. ഇനി ഫ്രഞ്ച് വിപ്ലവകാലത്ത് നമ്മൾ ഉയർന്നു കേട്ടതായിരുന്നു ഏത്? ഫ്രഞ്ച് വിപ്ലവകാലത്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളായിട്ട് നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അതാരുടേതാണ്? റൂസോയുടെ വാക്കുകളാണ്. റൂസോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അല്ലേ? ഇനിയോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി, സിമ്പലായി കണക്കാക്കിയിരുന്ന ലേഡിയാണ് ആര്? മരിയാനെ എന്ന് പറയുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. മരിയാനെ, ദ സിംബൽ ഓഫ് ലിബർട്ടി ഈസ് റിലേറ്റഡ് ടു വിച്ച് റവല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. മരിയാനെ എന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ മരിയാനെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യവും ഫ്രഞ്ച് വിപ്ലവം റൂസോയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. എന്ത്? ഈ ഫ്രാൻസിലെ കലാപകാരികളെല്ലാം കൂടെ ഈ ബാസ്റ്റൽ കോട്ടയൊക്കെ തകർക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും? ഞങ്ങളുടെ ഓരോ കുത്തിനും എന്ത് ചെയ്യണം? കോട്ട മറിയണേ എന്നായിരിക്കുമല്ലോ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വിപ്ലവകാരികൾ ആ ഒരു സമയത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രതീകമായി എന്ന് ചോദിക്കാം, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി എന്ന് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും ആ മറിയണേ എന്നുള്ള പ്രാർത്ഥനയിൽ മരിയാനെ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് മരിയാനെ. ഇനിയോ ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിൻ്റെ ആശയങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, അല്ലേ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സാൻ മിൻ ചുയി നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. സാൻ മിൻ ചുയി. ഈ സാൻ മിൻ ചുയി എന്താണ് എന്നുള്ളത് 2026 എക്സൈസ് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാൻ മിൻ ചുയി എന്താണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എങ്ങനെയൊക്കെ ചോദിക്കാം? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ഇവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്യാസൻ്റെ 3 ആശയങ്ങളിൽ പെടുന്നവ, പെടാത്തവ. പിന്നെയോ സന്യാസൻ്റെ തന്നെയാണ് ഈ 3 ആശയങ്ങൾ. അതിനെങ്ങനെ വരാറുണ്ട്? 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദി പീപ്പിൾ.
3 പ്രിൻസിപ്പിൾസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഗ്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രസ്താവനയിൽ വന്നതാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദി പീപ്പിൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഓർക്കണം? സാൻമിൻ ചുയി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്യാസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാൻമിൻ ചുയി എന്താണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അവിടെ എപ്പോഴും കൊടുക്കുന്ന 4ാമത്തെ ഓപ്ഷൻ ഏതായിരിക്കും? സ്വാതന്ത്ര്യം ആയിരിക്കും കേട്ടോ. ഈ കൂട്ടത്തിൽ 4 എണ്ണം കൊടുക്കും. എന്നിട്ട് സാൻമിൻ ചുയി എന്താണെന്നോ അല്ലെങ്കിൽ സന്യാസൻ്റെ ആശയങ്ങളിൽ പെടുന്നവ എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടാവുക ഏതാ? സ്വാതന്ത്ര്യം ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇവിടെ നമുക്ക് 1, 2, 3, 4 എന്ന് കൊടുക്കുന്നതിൽ 1ാമത്തേത് സ്വാതന്ത്ര്യം കൊടുക്കും, 2 ദേശീയത കൊടുക്കും, 3 ജനാധിപത്യം, 4 സോഷ്യലിസം കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കും എക്സാം ഹാളിൽ നിന്ന്, സ്വാതന്ത്ര്യം എന്തായാലും ഉണ്ടാവും, ദേശീയത എല്ലാവരും കുഴപ്പമില്ല, ജനാധിപത്യം എന്തായാലും വേണം, സോഷ്യലിസം പിന്നെ ചൈന എന്തായാലും സോഷ്യലിസ്റ്റ് ആണ്. അപ്പം എന്നിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കും, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അതിനൂടെ ചോദ്യം എന്തല്ല? SFIയുടെ മുദ്രാവാക്യത്തിൽ പെടുന്നവ എന്നല്ല ചോദ്യം, സന്യാസൻ്റെ 3 ആശയങ്ങളിൽ പെടുന്നവ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളതിൽ വീഴുകയും ചെയ്തു. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്ന് ഓർത്തിരുന്നോണം കേട്ടോ. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിൻ്റെ ആശയവും നമ്മളവിടെ പറഞ്ഞു. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, നല്ല പട്ടിണിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ആകെ കൂടെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയം തന്നെ. അതുകൊണ്ടാണ് സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങിയിട്ട് ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരു ബ്രെഡ് റിവോൾട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, റൊട്ടി കലാപമൊക്കെ നടത്തുന്ന ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ അവർക്കവിടെ മെയിനായിട്ട് വേണ്ടത്, ഭൂമി ഇല്ലാത്തവർക്ക് എന്ത് വേണം? ഭൂമി വേണം, ലാൻഡ് വേണം. ഭക്ഷണം ഇല്ലാത്തവർക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. പിന്നെയോ യുദ്ധത്തിന് പകരം എന്ത് വേണം? സമാധാനം വേണം. അപ്പോൾ ഈ 3 എണ്ണം ചേർത്ത് അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്ത് ഒരു പീസ് ബ്രെഡില്ലാണ്ട് പറ്റൂലായിരുന്നു. മനസ്സിലായോ? അത്രയും പട്ടിണിയായിരുന്നു എന്നർത്ഥം. അത്രയും പട്ടിണിയായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ടേക്ക് കയറ്റി ഇവിടെയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ഒരു പീസ്, ഇവിടെ പീസ് എന്ന് പറയുന്നത് സമാധാനമാണ്, ബ്രെഡില്ലാണ്ട്, കണ്ടോ, ഒരു പീസ് ബ്രെഡില്ലാണ്ട് പറ്റൂലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ മുദ്രാവാക്യം ഓർത്തിരിക്കാം, പീസ്, ബ്രെഡ്, ലാൻഡ്, ഇത് 3ഉമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഒരു പീസ് ബ്രെഡില്ലാണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥയായിരുന്നു എന്നോർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ 4 എണ്ണത്തിനും ആയല്ലോ. 4 വിപ്ലവങ്ങൾക്കും നമുക്ക് ആശയങ്ങൾ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു. ഇനിയോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മർക്കൻഡലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. ശരി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണോ വരുന്നത്? അല്ല, ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമുക്ക് വരുന്നത്. ഇനിയോ 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസ്സാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരന്മേൽ ഒരു ചുങ്കം ചുമത്തി. അത് കറക്റ്റാണ്. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾ ടൗൺഷെൽസ് എന്നൊക്കെയാണ് കൊടുത്തത്. ടൗൺഷെൻഡ് പ്രഭുവാണ്, അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇറക്കുമതി ചുങ്ക നിയമം പാസ്സാക്കി. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാ? 1, 3, 4 എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? മർക്കൻഡലിസം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മർക്കൻഡലിസ്റ്റ് നിയമങ്ങളാണ് കോളനികളിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കിയത്. നമുക്കറിയാം 1763 നാവിഗേഷൻ നിയമം, പിന്നെയോ 64 പഞ്ചസാര നിയമം, ഒപ്പം കറൻസി നിയമം. ഈ രണ്ടുമാണ് 64. 65 സ്റ്റാമ്പ് നിയമം, ഒപ്പം ക്വാർട്ടറിംഗ് നിയമം. 67 ടൗൺഷെൻഡ് ആക്ട്. ഇത്രയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്?
മെയിനായിട്ട് അവിടെ ഓർത്തിരിക്കാനുള്ളത്. പിന്നെ 1773 തേയില നയം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ലോർഡ് നോർത്തിൻ്റെ തേയില നയം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ആക്റ്റുകൾക്ക് അവിടെ ഒരു പ്രധാനമന്ത്രിനെയും കൂടെ ഓർത്തിരിക്കണം. അതാരാണ്? ഗ്രാൻവില്ലേ, ജോർജ് ഗ്രാൻവില്ലേ ആണ് സ്റ്റാമ്പ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് നാവിഗേഷൻ നിയമം, പഞ്ചസാര നിയമം, സ്റ്റാമ്പ് നിയമം ഇതൊക്കെ നടപ്പിലാക്കിയ പ്രധാനമന്ത്രീൻ്റെ പേരാണ് ഏത്? ഗ്രാൻവില്ലേ. അതെങ്ങനെ ഓർത്താൽ മതി? ഈ ഗ്രാൻഡായിട്ടുള്ള വില്ലകളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഡീല് സ്റ്റാമ്പ് പേപ്പറിലാണ് എഗ്രിമെൻ്റ് എഴുതുക അല്ലേ? നമ്മൾ ഗ്രാൻഡ് വില്ലകളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ സ്റ്റാമ്പ് പേപ്പറിലാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡീലാക്കുന്നത്, എഗ്രിമെൻ്റ് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ സ്റ്റാമ്പ് ആക്ട്, ക്വാർട്ടറിംഗ് ആക്ട് ഇതൊക്കെ 65 നിങ്ങൾ ഈ മറ്റേ അപേക്ഷകളിലൊക്കെ വില്ലേജിലൊക്കെ പണ്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കണം, റവന്യൂ സ്റ്റാമ്പ്. അതേപോലെ നമ്മൾ ഗവൺമെൻറ് സർവൻ്റ് ആവുന്ന സമയത്ത് സാലറി മേടിക്കുന്ന സമയത്തൊക്കെ അതിൽ ഒപ്പിടുന്ന സമയത്ത് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ സാലറി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ഒപ്പിടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോർട്ട് ഫീ സ്റ്റാമ്പ്. പിന്നെയോ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാമ്പ് ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരാളിങ്ങനെ എടുത്ത് സീലിങ്ങനെ കുത്തുന്നുണ്ടാവും, അതിന് പഞ്ച് ചെയ്യുക എന്ന് പറയൂലേ. അപ്പോൾ പഞ്ച് ചെയ്യുന്ന സ്റ്റാമ്പ് കോർട്ട് ഫീ സ്റ്റാമ്പ് എന്ന് ഓർത്താൽ നിങ്ങൾക്ക് പാഞ്ച് 65 സ്റ്റാമ്പ് നിയമം, ക്വാർട്ടറിംഗ് ആക്ട് ഇത് രണ്ടും. 64 ഷുഗർ ആക്ട്, കറൻസി ആക്ട്. ഷുഗർ എന്നുള്ള ലെവലിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ സുക്കർ, ചീനി എന്നൊക്കെ എന്ത് ചെയ്യും, അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സുക്കർ എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അതിൽ ഷുഗറും ഉണ്ട്. കർ എന്നുള്ളത് കറൻസി ആക്ട്. ഇത് രണ്ടും 64. നാവിഗേഷൻ നിയമം ഈ 3 എന്നുള്ളത് ചരിച്ചിട്ട് കഴിഞ്ഞാൽ നാവിഗേഷൻ നിയമം 1763 എല്ലാവർക്കും ഏകദേശം കൺഫ്യൂഷൻ എന്തായിരിക്കും, 1760 ആണെന്നറിയാം, 60 ഏതാണെന്നുള്ളതാണ് കൺഫ്യൂഷൻ എന്നുള്ളത്. 63 നാവിഗേഷൻ. 64 ചാർ, പഞ്ചാര, ചാർ എന്നുള്ളത് പഞ്ചസാര നിയമം. 65 പഞ്ചിയ, സ്റ്റാമ്പ് നിയമം, ക്വാർട്ടറിംഗ്. 67 എന്ത് ചെയ്യുന്നത്, ടൗൺഷെൻഡ് നിയമങ്ങൾ. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡാണ് എന്ത് ചെയ്യുന്നത്, സോപ്പ്, ചീപ്പ്, കണ്ണാടി, ലെഡ് തുടങ്ങിയവക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞല്ലോ, അത്ര അവിടെ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? അവകാശ പത്രിക, ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സിൽ ആരാ ഒപ്പുവെച്ചത്? വില്യം മൂന്നാമനാണ്. 1689 നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത്. ആ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ടോളറേഷൻ ആക്ട്, ടോളറൻസി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജാവിന് എന്ത് ചെയ്യാൻ പാടില്ല, സൈന്യത്തെ കീപ്പ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ പാർലമെൻറ്റിന് അനുമതിയില്ലാതെ ടാക്സ് പിരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ പാർലമെൻറ്റിനെ ഇടക്കിടക്ക് കൂടാൻ സമ്മതിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വില്യം മൂന്നാമനാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത്. ഇംഗ്ലീഷ് വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ചക്രവർത്തി? ജെയിംസ് രണ്ടാമനാണ് ഇംഗ്ലീഷ് വിപ്ലവം നടക്കുമ്പോൾ ചക്രവർത്തി. 1688 ഇംഗ്ലീഷ് വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ജെയിംസ് രണ്ടാമനാണ്. അവിടെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കാലത്താണ് ഇംഗ്ലീഷ് വിപ്ലവം നടക്കുന്നത്. സ്റ്റുവർട്ട് രാജാവായിട്ടുള്ള ജെയിംസും ചാൾസും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വിപ്ലവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? അതായത് നമ്മൾ ഈ പറയുന്ന ആധുനിക വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റുവർട്ട്. കണ്ടോ, ഇംഗ്ലണ്ടിൽ ഏത് രാജവംശമാണ് ഭരിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ സ്റ്റുവർട്ട്. എന്നിട്ട് അതിൽ ജെയിംസ് രണ്ടാമൻ്റെ കാലത്താണ് വിപ്ലവം നടക്കുന്നത്. ഇനിയോ ഈ ചാൾസ് ഒന്നാമൻ ഏതാ? ചാൾസ് ഒന്നാമൻ 1628
അവകാശ ഹർജിയിൽ ഒപ്പുവെച്ചത്. അവകാശ ഹർജി, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കേട്ടോ. അപ്പോൾ അവിടെ 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അവകാശ ഹർജി. 1689 അവകാശ പത്രിക. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മലയാള അർത്ഥം വരുമ്പോൾ മാറിപ്പോവരുത്. ഒന്ന് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണ്, ഒന്ന് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ആദ്യം പറഞ്ഞ പെറ്റീഷൻ എന്താണ്? ഹർജിയാണ്. രണ്ടാമത്തേതാണ് പത്രികയാണ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് അവിടെ മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഓർത്തിരിക്കാനുള്ള. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. Among the following which is not true regarding the Bill of Rights 1689. 1689 ബിൽ ഓഫ് റൈറ്റ്സിനെ കുറിച്ച് നോട്ട് ട്രൂ ആണ് ചോദിച്ചത്, ശരിയല്ലാത്തത് എന്നുള്ളത്. വില്യം ആൻഡ് മേരി എഗ്രീഡ് നോട്ട് ടു റൈസ് എ സ്റ്റാൻഡിങ് ആർമി. ബിൽ ഓഫ് റൈറ്റ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാജാവിന് ഇനി മുതൽ എന്തുണ്ടാവില്ല, സൈന്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശരിയാ. വില്യം ആൻഡ് മേരി എഗ്രീഡ് നോട്ട് ടു റൈസ് എ സ്റ്റാൻഡിങ് ആർമി, സ്റ്റാൻഡിങ് ആർമിയെ വെക്കില്ല എന്നുള്ളത്. ഇനിയോ, ദേ എഗ്രീഡ് നോട്ട് ടു ലെവി ടാക്സസ് വിത്തൗട്ട് പാർലമെൻറ്റ്സ് കൺസെൻറ്റ്. പാർലമെൻറ്റ് സമ്മതം കൂടാതെ നികുതി പിരിക്കില്ല, അതും ശരി. ദേ എഗ്രീഡ് ടു കോൾ മീറ്റിംഗ്സ് ഓഫ് പാർലമെൻറ്റ് ആനുവലി. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് അവിടെ പാർലമെൻറ്റ് ആ ഒരു ബിൽ ഓഫ് റൈറ്റ്സിൽ എടുത്തു പറയുന്നൊരു കാര്യം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിയമനിർമ്മാണം നടത്തുന്നതിനുമൊക്കെ ആയിട്ട് പാർലമെൻറ്റ് ഇടയ്ക്കിടെ സമ്മേളിക്കും എന്നുള്ളത്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കുന്ന കാര്യത്തിലൊന്നും രാജാവിന് ഇനി പവറില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ എഗ്രീഡ് ടു കോൾ മീറ്റിംഗ്സ് ഓഫ് പാർലമെൻറ്റ് ആനുവലി എന്നാണ്. പക്ഷെ അവിടെ ബിൽ ഓഫ് റൈറ്റ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്രീക്വൻ്റ്ലി, ഇടയ്ക്കിടയ്ക്ക് പാർലമെൻറ്റ് എന്ത് ചെയ്യും, സമ്മേളിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്തത് തെറ്റാണ്. മനസ്സിലായാലോ? അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിയമനിർമ്മാണം നടത്താനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പാർലമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് സമ്മേളിക്കേണ്ടി വരും. അത് പ്രത്യേകം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആനുവലി എന്നല്ല, ഫ്രീക്വൻ്റ്ലി എന്നുള്ള വാക്കിന് എടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തില്ല, പാർലമെൻറ്റിന് ഈ പറയുന്ന ഈ രാജാവിന് എന്തില്ല, ഈ വക കാര്യങ്ങളിൽ പവർ ഇല്ല എന്നുള്ളത്. ദേ എഗ്രീഡ് ടു ഗ്യാരണ്ടി ഫ്രീ എലക്ഷൻസ് ടു പാർലമെൻ്ററി സീറ്റ്. പാർലമെൻ്ററി സീറ്റുകളിലേക്ക് ഫ്രീ എലക്ഷൻ നടത്താം എന്നും സമ്മതിച്ചു. അപ്പോൾ നേരത്തെ രാജാവിൻ്റെ സപ്പോർട്ടേഴ്സിനെ റിസർവ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീ എലക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. രാജാവ് എന്ത് ചെയ്യും, ചില സീറ്റുകൾ അതിന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പരിപാടിക്കൊന്നും ഇനി നടക്കില്ല. ഇനി ഫ്രീ എലക്ഷൻസ് ഉണ്ടാവും. ദേ അഗ്രീഡ് ടു ഗ്യാരണ്ടി ഫ്രീ എലക്ഷൻസ് ടു പാർലമെൻ്ററി സീറ്റ്. പാർലമെൻറ്റിലെ സീറ്റുകളിലേക്ക് ഫ്രീ എലക്ഷൻ നടത്തുമെന്നും അവർ സമ്മതിക്കുന്നു. അപ്പോൾ ഇതും ശരി തന്നെയാണ്. അപ്പോൾ അവിടെ നോട്ട് ട്രൂ ഏത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഈ പറയുന്ന ആനുവലി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഫ്രീക്വൻ്റ്ലി ആണ് അവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? ഷുഗർ ആക്ട് വാസ് റിലേറ്റഡ് വിത്ത് അമേരിക്കൻ റവല്യൂഷൻ. പഞ്ചസാര നിയമം അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, നമ്മൾ കണ്ടതല്ല ഇഷ്ടം പോലെ. ഗ്രീൻ റിബൺ ക്ലബ്ബ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് റവല്യൂഷൻ. അതും എന്താണ്, 1642 മുതൽ 49 വരെ ആഭ്യന്തര കലാപമുണ്ടാവുമ്പോൾ അവിടെ ഈ കോഫി ഹൗസുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേഷണി പരദൂഷണമൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ചായ കവലകളെയൊക്കെ പോലെയുള്ള അങ്ങാടി കവലകളെയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇത് ഈ പറയുന്ന ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലണ്ടിൽ ഈ വിപ്ലവകാലത്ത് സജീവമായിരുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് റവല്യൂഷൻ. അതും ശരിയാണ്. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് വെർ അസോസിയേറ്റഡ് വിത്ത് ചൈനീസ് റവല്യൂഷൻ. നമ്മൾ കണ്ടില്ലേ, സാൻ മിൻ ചുയ്, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സന്യാസൻ്റെ 3 ആശയങ്ങൾ. അതിന് നമ്മളൊരു പേരവിടെ പറഞ്ഞു, 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് അല്ലേ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് അത് ശരിക്കും എന്ത് ചെയ്യുന്നത്, വാക്ക് വരുന്നത്. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാലും സംഭവം ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനിയോ 10 days ദാറ്റ് ഷുക്ക് ദ വേൾഡ് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. അത് തെറ്റാണ്. കാരണം ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കവിടെ
SCERTയിൽ ജോൺ റീഡ് എഴുതിയ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അവിടെ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എന്ത്, നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, നിങ്ങൾക്ക് അത് വായിക്കേണ്ടിയിരുന്നില്ല. PSCക്ക് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പഠിക്കാണ്ട് അല്ലേ? അതായത് നിങ്ങൾ ആൾറെഡി ഭയങ്കര റഷല്ലേ. സോ നിങ്ങൾക്കത് കിട്ടും. ഈ 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ അത്രയും റഷാണ്, നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ തന്നെ പഠിക്കാണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ്, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം, അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ അത്രയും റഷായതുകൊണ്ട് ജോൺ റീഡിൻ്റെയാണ് ആ പുസ്തകം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓതറിയും കിട്ടാം. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ്, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്നുള്ളത്. ഒരു 10 ദിവസം കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യൂല, ഈ പുസ്തകമൊന്നും വായിക്കില്ല. കാരണം നിങ്ങൾ അത്രത്തോളം റഷാണ്. ഞാൻ റീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർത്താൽ ജോൺ റീഡിൻ്റെ പുസ്തകമാണ് എന്നുള്ളത്. അപ്പോൾ ഷുഗർ ആക്ട് നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. 1764 ഗ്രീൻ റിബൺ ക്ലബ്ബ് ആഭ്യന്തര കലാപ സമയത്ത് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്നതാണ്. ഒപ്പം ഒരെണ്ണം കൂടെ പഠിക്കണം. ലെവലേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ആഭ്യന്തര കലാപ സമയത്ത് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഇത്, ലെവലേഴ്സ്. ആ ലെവലേഴ്സ് കലാപ സമയത്ത് ധരിച്ചിരുന്ന റിബണിൻ്റെ കളറും ഗ്രീന് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ റിബണിന് ഏതുമായൊരു ബന്ധമുണ്ട്, ഇംഗ്ലീഷ് വിപ്ലവം. നിങ്ങൾ വിപ്ലവങ്ങളുടെ പേര് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ എന്ന് വന്നാൽ ഗ്രേറ്റ് റവല്യൂഷൻ, അത്രമാത്രം ആലോചിച്ചാൽ മതി. ഗ്രീൻ റിബൺ, ഗ്രേറ്റ് റവല്യൂഷൻ. ബാക്കിയൊക്കെ നമുക്ക് ഫ്രഞ്ച്, റഷ്യൻ, അമേരിക്ക, ചൈന എന്നൊക്കെ അല്ലേ. ഗ്രീന് വേറെ എവിടെയും വരുന്നില്ല. പിന്നെയോ സന്യാസൻ്റെ 3 ആശയങ്ങൾ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സാൻ മിൻ ചുയി നമ്മളോട് പറഞ്ഞു. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ജോൺ റീഡിൻ്റെ പുസ്തകമാണ്. ഓക്കെ, നെക്സ്റ്റ്, ടെന്നീസ് കോർട്ട് ഓത്ത് വാസ് റിലേറ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വിച്ച് വൺ ഈസ് കറക്റ്റ് എന്നുള്ളത്. ടെന്നീസ് കോർട്ട് ഓത്ത് വാസ് റിലേറ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ, അത് ശരിയാണ്. തെയ്ലി, തിദെ ആൻഡ് ഗബല്ലെ വേർ ടേംസ് ഡിനോട്ടിംഗ് ടാക്സസ് പ്രിവെയിൽഡ് ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് ഫ്രഞ്ച് റവല്യൂഷൻ, അതും ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നമ്മൾ നികുതിയെ സൂചിപ്പിച്ച് കേട്ടതാണ് ഏത്, തെയ്ലെ, തിദെ, ഗബല്ലെ. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി വാസ് എ ജേണൽ ഓഫ് റബൽസ് ഡ്യൂറിങ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന് പറയുന്ന ജേണൽ വിമതരുടെ ജേണലായിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലത്ത്, അതും ശരി. പ്രൈഡ്സ് പർജ് വാസ് കണക്റ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ, വീണ്ടും നമ്മൾ പ്രൈഡ്സ് പർജ് കേൾക്കുന്നു. പ്രൈഡ്സ് പർജ് നേരത്തെ നമ്മൾ പറഞ്ഞു 1648 ഇംഗ്ലീഷ് ആഭ്യന്തര കലാപ സമയത്ത് ഒലിവർ ക്രോംവെല്ലിൻ്റെ റംബ് പാർലമെൻറ്റ് രൂപീകരിച്ചപ്പോൾ അതിലേക്ക് സമ്മേളനത്തിന് വന്ന MP-മാരെ തടഞ്ഞ സംഭവമാണ് ഏത്, പ്രൈഡ്സ് പർജ്. അപ്പോൾ പ്രൈഡ്സ് പർജ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സോ ഇവിടെ ആൻസർ ചെയ്തേ വരുള്ളൂ, 1, 2, 3 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അഡീഷണൽ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ ഡേറ്റ് എന്ന് ഓർത്തിരുന്നോണം. സിൽവിയൻ ബെയ്ലിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. സിൽവിയൻ ബെയ്ലിയാണ് നേതൃത്വം കൊടുത്തത്. കൂടെ ഉണ്ടായിരുന്ന 2 ആളുകളാണ് ആര്, മിറാബോയും അബൈസിയസും. മിറാബോ, അബൈസിയസ്, ഈ 2 ആളുകളെ ഓർത്തിരിക്കണം. ഇപ്പോൾ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറിൻ്റെ പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2026 ഒരു മാസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, 3-ാമത്തേത് മിറാബോയും അബൈസിയസുമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇവർ 3 പേരാണ് മുൻനിരയിലുണ്ടായിരുന്നത്. സിൽവിയൻ ബെയ്ലി ഉണ്ട്, മിറാബോയുണ്ട്, അബൈസിയസ് ഉണ്ട്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ ഈ 3 പേരുകൾ ഓർത്തിരിക്കണം, സിൽവിയൻ ബെയ്ലി, മിറാബോ, അബൈസിയസ്. ഇനിയോ തെയ്ലെ, തിദെ, ഗബല്ലെ.
തേയിലെ എന്ന് പറയുന്ന നികുതി ആർക്ക് കൊടുക്കുന്നതാ? സർക്കാരിന് കൊടുക്കുന്ന നികുതിയാണ്, ഗവൺമെൻറ്റിന് കൊടുക്കുന്ന നികുതിയാണ്. ഇത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകർ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ സർക്കാരിന് കൊടുക്കുന്ന നികുതിയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആണ് ഏതെന്ന് പറയുന്നത്? തേയിലെ എന്ന് പറയുന്നത്. ഇനിയോ തിതേ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നതാ? ചർച്ചിന് കൊടുക്കുന്നതാണ്. പുരോഹിതന്മാർക്ക് കർഷകർ കൊടുക്കുന്ന ഒരു റിലീജിയസ് ടാക്സ് ആണ്, അല്ലെങ്കിൽ ചർച്ചിന്, പള്ളിക്ക്, പുരോഹിതന്മാർക്ക് എന്നൊക്കെ പറയാം. തിതൈ എന്ന നികുതി പുരോഹിതന്മാർക്കാണ്. ഗബല്ലെ എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഗാബൽ എന്ന് കാണാം. പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഗാബൽ എന്ന് കാണാം. ഉപ്പിന് ചുമത്തിയിരുന്ന നികുതിയാണ് ഏത്? ഗാബൽ അല്ലെങ്കിൽ ഗബല്ലെ എന്ന് പറയുന്നത്. അപ്പം ഗബല്ലെ ഉപ്പിന് ചുമത്തിയിരുന്ന നികുതിയാണ്. തിതേ ചർച്ചിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട നികുതിയാണ്. തേയിലെ സർക്കാരിന് കൊടുക്കേണ്ട നികുതിയാണ്. ആ 3 നികുതികൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണം കൂടെ ഓർത്തിരിക്കുക. വോങ്തിയം. വോങ്തിയം എന്ന് പറയുന്നത് വരുമാന നികുതിയാണ്. വോങ്തിയം വരുമാന നികുതി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ചുമത്തിയിരുന്ന 20-1 എന്ന് പറഞ്ഞൊരു കണക്കിന് ചുമത്തിയിരുന്നത്. പല കാലങ്ങളിൽ പല രീതിയിലാണ് മെഷർമെൻ്റ് എന്ത് ചെയ്യുന്ന അളവുകൾ വരുന്നത്. പക്ഷേ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 20-1 വരുമാന നികുതിയായി ചുമത്തപ്പെട്ടിരുന്നു എല്ലാ വിഭാഗക്കാരിൽ നിന്നും. അതാണ് ഏത്? വോങ്തിയം എന്ന്. അപ്പോൾ വോങ്തിയം വരുമാന നികുതി, ഗബല്ലെ ഉപ്പിൻ്റെ നികുതി, തിതൈ എന്നുള്ളത് എങ്ങനെ തന്നെ പഠിച്ചാൽ മതി? ഒന്നാമത്തെ വിഭാഗക്കാർ പുരോഹിതന്മാരല്ലേ? പുരോഹിതൈ എന്ന് തന്നെ പഠിച്ചാൽ മതി. പുരോഹിതൈ, തിതൈ. സർക്കാരിന് കൊടുക്കുന്നത് തൈലം വാങ്ങാനുള്ളതൊക്കെയാണെന്നുള്ള ലെവലിൽ കൊടുത്താൽ തൈലേ എന്നുള്ളത് സർക്കാരിന് എന്നുള്ളത് അങ്ങനെയും എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഇനിയോ ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നുള്ളത് ജീൻ പോൾ മറാട്ടിൻ്റെ ജേണലാണ്. ജീൻ പോൾ മറാട്ട് ഫ്രാൻസിൽ 1792 സെപ്റ്റംബർ കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ജാക്കോബിനുകളുടെ കൂട്ടത്തിൽ പ്രബലരായിരുന്ന റോബസ്പിയർ ഉണ്ട്, മറാട്ടുണ്ട്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽ ജീൻ പോൾ മറാട്ടാണ് ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന ഒരു ജേണൽ എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി വാസ് എ ജേണൽ ഓഫ് റബൽസ് എന്ന് പറയുന്നത്. പ്രൈഡ്സ് പറഞ്ഞ് നമ്മൾ ആൾറെഡി എന്ത് ചെയ്തു? ആൾറെഡി നമ്മൾ കണ്ടു. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which historical event resulted in the deposition of James II and the accession of Mary II and her husband William III? ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നതിനും അദ്ദേഹത്തിൻ്റെ മകൾ മേരി രണ്ടാമൻ്റെയും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമൻ്റെയും സ്ഥാനാരോഹണത്തിലും കലാശിച്ച ചരിത്ര സംഭവം അത് നമുക്ക് ആൾറെഡി ഇഷ്ടംപോലെ തവണ കേട്ട് തഴമ്പിച്ചതാണ്. 1688 മേരിയെയും വില്യമിനെയും അധികാരത്തിലേറ്റിയ വില്യം മൂന്നാമൻ, മേരി 2 ഇവരാണ് അധികാരത്തിലേറിയത്. ആര് സ്ഥാനമൊഴിഞ്ഞു? ആര് പിന്നെ ഓടി രക്ഷപ്പെട്ടു? ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ആര്? ജെയിംസ് രണ്ടാമൻ. ഇതാണ് നമ്മുടെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്തതാണ്? ആൾറെഡി പറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ അതിന് ഇനി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിശദീകരിക്കണ്ടല്ലോ. ഇവിടെ ഒരു ഓപ്ഷൻ നോക്ക്, ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം. അതേതാ? 1642 to 49 കാലഘട്ടം വരെയുള്ളതാണ്. ഇത് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അത്രേ നോക്കേണ്ടുള്ളൂ. അടുത്തൊരു ചോദ്യം കൂടെ. 1642 to 51 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ദ ഇംഗ്ലീഷ് സിവിൽ വാർ ഓഫ് 1642 to 51 എമർജ്ഡ് ഔട്ട് ഓഫ് ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് സെക്ഷൻ? ആരൊക്കെ തമ്മിലുള്ള തർക്കത്തിൽ നിന്നാണ് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര കലാപം ഉണ്ടായത്? നിങ്ങൾക്കറിയാം, രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഒരു പക്ഷത്താരൊക്കെയാണ്? കിങ് ഉണ്ട് ഇവിടെ, പിന്നെ ആരുണ്ട്? പ്രഭുക്കന്മാരുണ്ട് രാജാവിൻ്റെ കൂടെ, പിന്നെ ആരുണ്ടാവും? വിശ്വാസികളായിട്ടുള്ള ആംഗ്ലിക്കൻസ്. ഇപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? പാർലമെൻ്റ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്,
പിന്നെ ആരുണ്ട്? പ്യൂരിറ്റൻസ്. ആരാണ് പ്യൂരിറ്റൻസ്? ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറാണ് എന്ത് ചെയ്യുന്നത്? മതനവീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. ആ മാർട്ടിൻ ലൂതർ തുടക്കം കുറിച്ച മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് പ്രൊട്ടസ്റ്റാൻറ്റുകൾ എന്നറിയപ്പെടുന്നത്. ആ പ്രൊട്ടസ്റ്റാൻറ്റുകൾക്ക് ഇംഗ്ലണ്ടിൽ ജോൺ കാൽവിൻ്റെ അനുയായികളാണ് പ്യൂരിറ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജർമ്മനിയിലെ മതനവീകരണത്തെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റാൻറ്റുകൾ തന്നെയാണ് ആര്? പ്യൂരിറ്റൻസ്. അവർ ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? പ്യൂരിറ്റൻസ്. അപ്പോൾ ഇവിടെ കിങ് ഉണ്ട്, ലോർഡ്സ് ഉണ്ട്, ആംഗ്ലിക്കൻസ് ഉണ്ട്. ഇവിടെ പാർലമെൻ്റ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, പ്യൂരിറ്റൻസ് ഉണ്ട്. ഇതാണ് 2 വിഭാഗം. അപ്പോൾ ബേസിക്കലി ഇംഗ്ലണ്ടിൽ വിപ്ലവമുണ്ടാവാനുള്ള കാരണം രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കത്തിലേക്ക് പ്രഭുക്കന്മാർ ചേരുന്നു, അപ്പുറത്ത് മധ്യവർഗം ചേരുന്നു. ഇപ്പുറത്ത് ആംഗ്ലിക്കൻസ് ഉണ്ട്, അപ്പുറത്ത് പ്യൂരിറ്റൻസ് ഉണ്ട്. നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദ്യം. റെയിൻ ഓഫ് ടെറർ വാസ് റിലേറ്റഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ. ശരി, ഭീകരവാഴ്ച ഫ്രഞ്ച് റവല്യൂഷനാണ്. ബ്ലഡി സൺഡേ ഈസ് റിലേറ്റഡ് ടു അമേരിക്കൻ റവല്യൂഷൻ. അത് തെറ്റാണ്. ബ്ലഡി സൺഡേ നമുക്ക് ഏതല്ല? അമേരിക്കയല്ല. ഗ്ലോറിയസ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ടുക്ക് പ്ലേസ് ഇൻ 1688. അത് ശരിയാണ്. നാഷണലിസ്റ്റ് റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ചൈന ഇൻ 1949. അതും തെറ്റാണ്. ചോദ്യം എന്താ? നോട്ട് കറക്റ്റാണ് നമ്മളോട് ചോദിച്ചത്. 2ഉം 4ഉം തെറ്റാണ്. ഓൺലി 2, 4. കണ്ടോ? അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഈ ആവേശം കയറിയിട്ട് ചിലവർ പരീക്ഷയ്ക്ക് ഏത് കാണൂല? നോട്ട് എന്നുള്ളത് കാണൂല. അങ്ങനത്തെവർക്കുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് വേഗം ചിന്തിച്ചിട്ട് 1ാമത്തെയും ശരിയാണ്, 3ാമത്തെയും ശരിയാണ്. അവിടെ കണ്ടോ? ഓൺലി 1 and 3. അതൊക്കെ ഒരു ട്രാപ്പാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ശീലിക്കുന്നവർക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ശരിയായതാണ് ചോദിച്ചത് വിചാരിച്ച് ഞാൻ 1ഉം 3ഉം കറുപ്പിച്ചു, പിന്നെയാണ് നോക്കിയത് നോട്ട് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം 2, 4. പിന്നെ മാറ്റി കറുപ്പിക്കാൻ പറ്റുമോ? മാറ്റി കറുപ്പിക്കാൻ പോലും പറ്റില്ല. സോ ഇവിടെ ഉത്തരം നോട്ട് കറക്റ്റാണ്. ഓൺലി 2 and 4. അപ്പോൾ റെയിൻ ഓഫ് ടെറർ റോബസ്പിയറിൻ്റെ കീഴിൽ ഫ്രാൻസിൽ 1793 to 94 കാലഘട്ടം. 1793 ജൂൺ മുതൽ 1794 ജൂലൈ വരെ അദ്ദേഹം നടപ്പിലാക്കിയ കൂട്ടക്കൊലകളുടെ പരമ്പരയായിരുന്നു. ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തി. ഈ ഒരു ഇത്രയും വയലൻസ് നിറഞ്ഞ കാലഘട്ടമാണ് എന്തറിയപ്പെടുന്നത്? ഭീകരവാഴ്ച, റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ കലാപം നടത്തിയ അല്ലെങ്കിൽ ഫ്രാൻസിൽ വിപ്ലവം നടത്തിയ കലാപകാരികളുണ്ട്. ആ കലാപകാരികൾക്കെതിരായി ലൂയി 16 വധിച്ചപ്പോൾ രാജാവിൻ്റെ അനുയായികൾ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യുന്നു? ഒരു കൗണ്ടർ റവല്യൂഷൻ നടത്തുന്നു. ആ കൗണ്ടർ റവല്യൂഷനെ ഇല്ലാതാക്കാനാണ് എന്ത് നടത്തിയത്? ഇക്കണ്ട കൂട്ടക്കൊല ഭീകരവാഴ്ച എന്ന പേരിൽ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു PSC നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1793 മുതൽ 94 വരെ റോബസ്പിയറിൻ്റെ കീഴിൽ ഒരു ഭീകരവാഴ്ച എന്ന എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് റീസൺ കൊടുത്തു. എങ്ങനെ? പ്രതിവിപ്ലവത്തെ ഇല്ലാതാക്കാനും പുതുതായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനുമാണ് ഈ കൂട്ടക്കൊലകൾ നടത്തിയത്. അപ്പോൾ അവിടെ അന്ന് ഉത്തരം എങ്ങനെയായിരുന്നു? എയും 6ഉം ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ് 6. അങ്ങനെ വരെ ചോദ്യം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1793 to 94 കാലഘട്ടത്തിൽ റോബസ്പിയറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭീകരവാഴ്ച എന്നുള്ളത് അവിടെ ഓർക്കുക. ബ്ലഡി സൺഡേ നമുക്ക് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലഡി സൺഡേയുടെ മറ്റു പേരുകളാണ് ചോരയിൽ കുതിർന്ന ഞായറാഴ്ച, അല്ലെങ്കിലോ രക്തരൂക്ഷിത ഞായറാഴ്ച, ചോരയിൽ കുതിർന്ന ഞായറാഴ്ച, കറുത്ത ഞായറാഴ്ച. പിന്നെയോ ഇത് 1905 ജനുവരി 22 നടന്നതാണ്. ഒപ്പം 1905 റഷ്യൻ വിപ്ലവത്തിന് ഇത് തുടക്കം കുറിച്ചു. സോ ഇത്രയും പോയിന്റുകൾ ഏതിൽ ഓർത്തിരിക്കണം? ചോരയിൽ കുതിർന്ന ഞായറാഴ്ച, രക്തരൂഷിത ഞായറാഴ്ച, കറുത്ത ഞായറാഴ്ച,
1905 ജനുവരി 22 ഈ സംഭവം. പിന്നെയോ ഇത് 1905 റഷ്യൻ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്താണ് ഈ സംഭവം? അതായത് ഒരുപാട് മണിക്കൂർ പണിയെടുത്തിരുന്ന തൊഴിലാളികളെല്ലാം കൂടെ കൂലി വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഫാദർ ഗ്യാപ്പോണിൻ്റെ നേതൃത്വത്തിൽ ഫാദർ ഗ്യാപ്പോണിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കൊട്ടാരത്തിൽ മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ചിനെതിരെ പോലീസുകാർ വെടിവെച്ച് 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് 1905 ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളോട് PSC ചോദിച്ച ചോദ്യമാണ്, 1905 റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഫാദർ ഗ്യാപ്പോൺ. കണ്ടോ? അപ്പോൾ 1905 റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഫാദർ ഗ്യാപ്പോൺ. കറുത്ത ഞായറാഴ്ച, ബ്ലഡി സൺഡേ, രക്തരൂഷിത ഞായറാഴ്ച എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഇനിയോ ഗ്ലോറിയസ് റവല്യൂഷൻ 1688 മഹത്തായ വിപ്ലവം. 1688 ആ കാലത്ത് ജെയിംസ് രണ്ടാമനായിരുന്നു ചക്രവർത്തി. പുതുതായിട്ട് അധികാരത്തിലേറിയത് മേരി 2 വില്യം 3 അത് നമ്മൾ ആൾറെഡി ഇപ്പോൾ തൊട്ട് മുന്നേ കുറേ എണ്ണത്തിൽ പറഞ്ഞു. നാഷണലിസ്റ്റ് റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ചൈന ഇൻ 1949. അവിടെ നമുക്ക് എന്തോർത്തിരിക്കണം? ചൈനയിൽ ദേശീയ വിപ്ലവം അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം ഉണ്ടാവുന്നത് എപ്പോഴാണ്? 1911. 1912 എന്തായി? ചൈന റിപ്പബ്ലിക്കായി. 1912 ജനുവരി 1 ചൈന റിപ്പബ്ലിക്കായി. അപ്പോൾ ചൈനയിൽ ദേശീയ വിപ്ലവം എപ്പോഴാണ്? 1911. ഇനിയോ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആവുന്നതാണ് എപ്പോൾ? പീപ്പിൾസ് റിപ്പബ്ലിക് ആവുന്നതാണ് 1949. 1949 ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നത്? ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇവിടെ തന്നിരിക്കുന്നത് നാഷണലിസ്റ്റ് 49 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. 49 11 ചൈനീസ് വിപ്ലവം. 12 ചൈന റിപ്പബ്ലിക് ആവുന്നു. അപ്പോൾ 11 വിപ്ലവത്തിന് എന്ത് വിളിക്കുന്നു? റിപ്പബ്ലിക്കൻ വിപ്ലവം എന്നും വിളിക്കുന്നു. 49 എന്താ? 49 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക്കാക്കി. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന് വന്നാലേ ഏത് വർഷമാവുള്ളൂ? 49 ആവുള്ളൂ. വെറും റിപ്പബ്ലിക് ആണെങ്കിൽ 12 11 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അവിടെ അത്രയും നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 4 പറഞ്ഞല്ലോ, 4 അഡീഷണൽ ഫാക്റ്റും കിട്ടിയല്ലോ. സോ അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവം നടന്ന വർഷം. അത് സിമ്പിളായിട്ട് നമുക്കറിയുന്നതാണ്. 1917 റഷ്യൻ വിപ്ലവം. അവിടെ എന്തോ ഓർത്താൽ മതി? 1917 റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടമാണുള്ളത്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിലായിരുന്നു. മെൻഷേവിക്കുകളുടെ നേതാവ് ആരായിരുന്നു? കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു താൽക്കാലിക ഗവൺമെൻറ്റൊക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ റോമനോഫ് രാജവംശം, റഷ്യയിൽ ഭരിച്ചിരുന്ന രാജവംശമാണ് ഇത്, റോമനോഫ് രാജവംശം. ആ റോമനോഫ് രാജവംശം ഇല്ലാതാവുന്നു. പകരം ഡ്യൂമ മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുന്നു അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ. അലക്സാണ്ടർ കെറൻസ്കിയാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിൽ. നമ്മൾ FM റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആ FM എന്താണ്? ഫെബ്രുവരി വിപ്ലവം മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഫെബ്രുവരി വിപ്ലവം മെൻഷേവിക്കുകളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയോ ഇതിൻ്റെ 2ാം ഘട്ടമാണ് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം ആരുടെ നേതൃത്വത്തിലാണ്? ബോൾഷേവിക്കുകളുടെ നേതൃത്വത്തിലാണ്. ബോൾഷേവിക്കുകളുടെ നേതാവ് ആരായിരുന്നു? ലെനിനായിരുന്നു. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവത്തിന് 2 ഭാഗമുണ്ട്. ഫെബ്രുവരി വിപ്ലവം അത്
യഥാർത്ഥത്തിൽ നമുക്ക് മാർച്ചിലാണ്, പക്ഷേ റഷ്യൻ കലണ്ടർ ഒരു മാസം പുറകിലായതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ മാർച്ച് വിപ്ലവം എന്ന് പറഞ്ഞാലും ഇതിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. രണ്ടാം ഘട്ടമാണ് ഏത്? ഒക്ടോബർ വിപ്ലവം. അത് ശരിക്കും നവംബറിലാണ്, അവരൊരു മാസം പുറകിലായതുകൊണ്ട് ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒക്ടോബർ വിപ്ലവം, നവംബർ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ടാം പാർട്ടിനെയാണ്. ഒക്ടോബർ വിപ്ലവം ബോൾഷെവിക്കുടെ നേതൃത്വത്തിൽ ലെനിൻ അധികാരത്തിലേറുന്നു. ഫെബ്രുവരി വിപ്ലവം മെൻഷെവിക്കുടെ നേതൃത്വത്തിൽ കെറൻസ്കി അധികാരത്തിലേറുന്നു. ഇതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ട് പാർട്ട് എന്ത് ചെയ്യാനുള്ളത്? ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ റവല്യൂഷൻ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും തുടരും. കുറച്ചായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് ചെയ്തു പോകാം. എന്തായാലും പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള. അപ്പോൾ ഇനി നമുക്ക് ഹിസ്റ്ററി മാത്രമല്ല, ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. ആദ്യം ഇപ്പം ഞാൻ കുറച്ച് വേൾഡ് ഹിസ്റ്ററീൻ്റെ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിനെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സബ്ജക്റ്റും ഇതേപോലെ ഡിസ്കസ് ചെയ്ത് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.